ആസൂത്രണം തന്നെ ചെയ്ത് വളർത്തിയതാണ്. അല്ലാതെ ഇവർ ആക്സിഡൻ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ വന്ന് പറഞ്ഞേക്കണ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഞാൻ ചെല്ലുമ്പോൾ എന്നെ വെള്ളം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് വരുത്തിയെന്നാണ് പറയുന്നത്. കാരണം ഇന്നലെ ഉച്ച മുതൽ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. സ്വന്തം പങ്കാളി നമ്മളെ വഞ്ചിക്കുന്നു എന്നറിഞ്ഞാൽ, നമ്മളെ ചീറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എങ്ങനെയാണ് നമ്മളൊരു പരിഹാരമാർഗം കാണുക? സ്വന്തം പങ്കാളി നമ്മളെ വഞ്ചിക്കുന്നു എന്നറിഞ്ഞാൽ, നമ്മളെ ചീറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ആഷിഖ് എന്നൊരു 30-കാരൻ. ഈ 30-കാരനായ ആഷിഖിനെ ഒരു യുവതിയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അതായത് ആഷിഖ് തീരെ സുഖമില്ലാതെ വഴിയിൽ ഒരു ലോറിയിൽ കിടക്കാണെന്ന് പറഞ്ഞിട്ട് ഈ യുവതി ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോൾ ആളുകൾ ചോദിച്ചത് എന്താണ്, ആരാണ്, എങ്ങനെയാണ് ഇവിടെ വന്നത്? അപ്പോൾ ഈ ഒരു പെണ്ണ് പറഞ്ഞു, ഷഹാന എന്നാണ് അവരുടെ പേര്. ഷഹാന പറഞ്ഞു, ഇതെൻ്റെ സുഹൃത്താണ്, ആഷിഖാണ്, 30 വയസ്സാണ്, ഇവൻക്കെന്തോ തീരെ വയ്യെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ വന്നത്. വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാ, രക്തത്തിൽ കുളിച്ച് കിടക്കുന്നൊരവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് രക്തം വാർന്നൊലിക്കുന്ന ഈ ആഷിഖിനെ കൊണ്ടുപോകുമ്പോഴേക്കും ആഷിഖ് മരണപ്പെട്ടു. എല്ലാവരും കരുതി ആഷിഖിൻ്റെ തുടയിലും ശരീരത്തിലും കാലൊക്കെ ഭയങ്കര മുറിവുണ്ട്, രക്തം വാർന്നിട്ടാണ് ആഷിഖ് മരണപ്പെടുന്നത്, ഇതൊരു സ്വയം ജീവനൊടുക്കിയതാണ്. അവൻ അന്വേഷിക്കുമ്പോഴാണ് ഈ ഷഹാന എന്ന ഈ യുവതിയുമായിട്ട് ആഷിഖിന് അടുപ്പമുണ്ടായിരുന്നു. ഷഹാന ഷിഹാസ് എന്ന ഒരാളുടെ ഭാര്യയാണ്, ഷിഹാസിൻ്റെ ഭാര്യയാണ്. ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു. ഇവരുടെ ആൺ സുഹൃത്ത്, ഇപ്പം അങ്ങനെയാണല്ലോ, കാമുകൻ കാമുകി എന്നുള്ള പേരൊക്കെ ഒഴിവാക്കി ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന വേർഡാണ് ഏറ്റവും മുഖ്യം. അങ്ങനെയാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഷിഖിൻ്റെ പെൺസുഹൃത്തായിരുന്നു ഈ ഒരു പെൺകുട്ടിയെന്നും ഇവളുടെ ആൺ സുഹൃത്താണ് ആഷിഖ് എന്നും മനസ്സിലായി. അപ്പോഴാണ് ഈ ആഷിഖിൻ്റെ കുടുംബം പറയുന്നത്, ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊരു ജീവനൊടുക്കിയതല്ല, ഇതൊരു കൊലപാതകമാവാം. ആസൂത്രണം തന്നെ ചെയ്ത് വളർത്തിയതാണ്. അല്ലാതെ ഇവർ ആക്സിഡൻ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവർ വന്ന് പറഞ്ഞേക്കണ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഞാൻ ചെല്ലുമ്പോൾ എന്നെ വെള്ളം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് വരുത്തിയെന്നാണ് പറയുന്നത്. കാരണം ഇന്നലെ ഉച്ച മുതൽ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവനെ കാണാണ്ട്. അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ഈ യുവതിയെ ഷഹാനയെ ചോദ്യം ചെയ്തു. ഷഹാനയെ ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത്. ഈ ഷഹാനയും ഭർത്താവ് ഷിഹാസും ചേർന്നിട്ടാണ് ഈ ആഷിഖിനെ ഇല്ലാതാക്കിയത്, കൊന്നുകളഞ്ഞത് എന്നുള്ള അതിൻ്റെ കാരണമാണ്. ഈ ആഷിഖിന് ഷഹാനയുമായിട്ട് ഭയങ്കര പ്രണയവും സൗഹൃദമൊക്കെ ആയിരുന്നു. ഈ ഷഹാന ഷിഹാസിൻ്റെ ഭാര്യ കേട്ടോ. അങ്ങനെ ഇത് ഷിഹാസ് എന്ന ഭർത്താവ് അറിഞ്ഞു. ഒടുവിൽ ഭർത്താവ് ഇവളെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചു, തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി. അങ്ങനെ ആ പരാതിയൊക്കെ കൊടുത്തു. ഇവൻ 10-24 ദിവസം ജയിലായപ്പോൾ ഇവനക്ക് ഭയങ്കര പകയായി. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിൻ്റെ ചില സ്വകാര്യ ചിത്രങ്ങളുണ്ട്, അത് ഞാൻ നാട്ടുകാർക്ക് മൊത്തം കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ് അവൻ ഭയങ്കര വെല്ലുവിളിയായി. ഇതോടുകൂടിയിട്ടാണ് ഈ ഷിഹാസും ഷഹാനയും കൂടി തീരുമാനിച്ചു ഇവനെ അങ്ങ് തീർത്ത് കളയാം. അങ്ങനെ ഷഹാനയെ കൊണ്ട് വിളിപ്പിച്ചു ഒരു ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക്, റോഡ് സൈഡിലേക്ക്. കൊച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ വിളിപ്പിച്ചിട്ട് ഇതിനെ ചൊല്ലി സംസാരം ഉണ്ടായിട്ട് അതിക്രൂരമായിട്ട് ഈ ഷഹാനയുടെ മുന്നിലിട്ടിട്ട് ഈ ആരെ കൊന്നുകളഞ്ഞു, ആഷിഖിനെ. ഇന്നലെ വൈകിട്ട് ഈ ഷഹാനയെയും ഷിഹാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെയൊക്കെ നാടുകളിൽ സാധാരണ സംഭവിക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു ഇതുപോലെയുള്ള ചതി. സ്വന്തം ഭർത്താവിനെ ചതിക്കുക, ഭാര്യയെ ചതിക്കുക, ആരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കുക. പറയുമ്പോൾ പറയും വ്യക്തി സ്വാതന്ത്ര്യമാണ്, ആരുമായിട്ടും സൗഹൃദം ഉണ്ടായിക്കൂടാ, നിങ്ങൾക്ക് എന്താ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരാൾക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസ. ഇങ്ങനെ നമ്മുടെ പങ്കാളി നമ്മളെ ചതിച്ചാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത്? പലപ്പോഴും പല ആളുകളും വിളിച്ച് സങ്കടം പറയുന്ന ഒന്നാണ്, എൻ്റെ ഭർത്താവിന് വേറെ ചില സ്ത്രീകളുമായിട്ട് കണക്ഷൻ ഉണ്ട്, എത്ര പറഞ്ഞാലും കേൾക്കില്ല, പലപ്പോഴും ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്, ഞാൻ നിസ്സഹായമാണ്, ഞാൻ കുറേ ചീത്ത പറയും, ബഹളം വെക്കും, ഇപ്പം ഞാനങ്ങനെ മിണ്ടലില്ല, മൂപ്പരിപ്പം അതിൻ്റെ കൂടെയാണ് കെടുത്തം, നടത്തം, ഇരുത്തം. എന്താണ് സത്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? ഇപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം പലപ്പോഴും സംഗതി വഷളാവാനിടയാക്കാം. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി, നമ്മളുടെ ഒരു തീരുമാനം കൊണ്ട് മറ്റേ ഒരാൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരാളുടെ ഭർത്താവാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷം ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായാൽ ഭാര്യ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ പറയുന്ന കാര്യം പ്രാക്ടിക്കലായ ഒരു കാര്യങ്ങളാണ്, ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ.
അത് അപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. നമ്മുടെ കയ്യിൽ എന്ത് പിഴവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്ന് അനലൈസ് ചെയ്യാം. അതായത് എന്താണ് ഇവിടെ കുറവുണ്ടായത്, എൻ്റെ പങ്കാളി അങ്ങനെ ആവാൻ കാരണം എന്താണെന്നുള്ളത് സെൽഫായിട്ടൊന്ന് അന്വേഷിക്കാം. പ്രത്യേകിച്ച് ഒരു കൗൺസിലറുടെ സഹായം തേടുക. എന്തുണ്ടെങ്കിലും ബഹളം വെച്ച് വീട്ടുകാരെയൊക്കെ അറിയിച്ച് നാണക്കേടിലാക്കി മക്കളുടെ മുന്നിലിട്ടിട്ട് അടിച്ച് ഇടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിനേക്കാൾ നല്ലത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ പങ്കാളിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏടാകൂടത്തിൽ പോയി ചാടാൻ എന്താ കാരണം, എൻ്റെ സ്നേഹബന്ധമില്ലായ്മയാണോ, ഞങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക്കിൻ്റെ കുറവാണോ, ഞങ്ങളുടെ ഒന്നിച്ചുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇല്ലാത്തതുകൊണ്ടാണോ, ഞങ്ങളുടെ സംസാരം കുറഞ്ഞത് കൊണ്ടാണോ, ഞങ്ങൾ നമ്മുടെ സെക്ഷൽ ലൈഫിലുള്ള പരാജയം കൊണ്ടാണ്, നമ്മൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കുക. ഈ പറഞ്ഞതിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാണ് പങ്കാളി വേറെ ആൾക്ക് പോകുക. ഒന്നുകിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറവായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൽ ലൈഫിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളു തുറന്നുള്ള സ്നേഹങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിരോധങ്ങൾ, എന്താ പറയുക, ഈ കുറ്റപ്പെടുത്തലുകൾ കൂടിയിട്ട് ഒരു സ്നേഹബന്ധം എന്നുള്ളത് അവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം ആലോചിച്ചാൽ അതിനൊരു ആൻസർ കിട്ടില്ല. കാരണം നമ്മൾ പെർഫെക്റ്റ് ആണല്ലോ. നമ്മൾ കൗൺസിലറുടെ സഹായം തേടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റാളെ കൂടുതൽ പ്രകോപിതനാക്കാതെ നമ്മുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് നല്ല സ്നേഹബന്ധത്തിൽ പെരുമാറാൻ കഴിഞ്ഞാൽ കുറേയേറെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. പലപ്പോഴും ഇത്തരം ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പങ്കാളിക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമാണ്. ഇപ്പോൾ വീട്ടിലേക്ക് 6 മണിക്ക് വന്നിരുന്ന ഒരാൾ ഈ കുറ്റപ്പെടുത്തലുകൾ കാരണം പിന്നെ വരുന്നത് 12 മണിക്കായിരിക്കും. അപ്പോൾ അയാൾക്കൊരു സന്തോഷം കിട്ടാൻ അയാൾ മറ്റാളുമായുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ വെറും ഒരു ചാറ്റിങ്ങോ സൗഹൃദങ്ങളോ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. നമ്മളെ തെറ്റിദ്ധരിച്ചിട്ട് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവും. പിന്നെ സ്വന്തം പങ്കാളി ചതിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അംഗീകരിക്കാനും ശരി ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കാം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് സഹിക്കാനും ക്ഷമിക്കാനും ശരി ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. ഒരു സ്ത്രീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതിൽ പറയുന്നത്, അപ്പോൾ ഈ സ്ത്രീ കാമുകനിൽ നിന്ന് കാമുകൻ വേണ്ട ആൺ സുഹൃത്ത്, ഇപ്പം അങ്ങനെയുള്ള ട്രെൻഡ്, നമുക്ക് ട്രെൻഡിനൊപ്പം നീങ്ങാം. ഈ ആൺ സുഹൃത്തിൽ നിന്ന് ഗർഭിണിയായി, അവർക്ക് ഭർത്താവ് ഗൾഫിലുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഗർഭിണിയായിട്ട് അങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് ഗർഭം അലസിപ്പിച്ചു. ഇത് ഭർത്താവ് അറിഞ്ഞു. അങ്ങനെയാണ് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ സ്ത്രീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്നത് ഇത് അലസിപ്പിച്ച് കഴിഞ്ഞതാണ്, കുട്ടികളൊക്കെ ഉണ്ട്, പെട്ടെന്നൊരു ഡിവോഴ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല, അവൻ ഗൾഫിലായതുകൊണ്ടല്ലേ, അവൻ്റെ സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ലേ, അവൻ നല്ല പോലെ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെയാവോ. അപ്പോൾ കുറ്റം മുഴുവനും കുറ്റം ചെയ്തവർക്കല്ല, കുറ്റത്തിന് കാരണക്കാരായ ആളെ മേൽ തലയിലിട്ടിട്ട് എസ്കേപ്പിസം ഇതിന് പറയും. ആ രീതിയിലാണ് ഇവർ സംസാരിച്ചത്രേ. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നീട് ഭർത്താവിനോട് വിളിച്ചു വരുത്തി. ഭർത്താവിനെ പറഞ്ഞു ഒരു നിലക്കും ഈ ഭാര്യയുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് ഭർത്താവിൻ്റെ നിലപാട്. അപ്പോൾ ഈ കൗൺസിലർ ചെയ്തൊരു കാര്യം, നിങ്ങൾക്ക് അഭിമാനമുള്ളതുപോലെ ആത്മാഭിമാനമുള്ളതുപോലെ ഈ കുറ്റം ചെയ്ത അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരെന്ന് പറയുന്ന സ്ത്രീക്കും കുട്ടികൾക്കും ഇതൊന്നും ചെയ്യാത്ത കുട്ടികൾക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതധികം ചർച്ച ചെയ്യാതെ ഡിവോഴ്സ് ചെയ്യാനാണെങ്കിൽ അത് മാന്യമായിട്ട് ചെയ്യുക. മറ്റൊരാളുടെ മുന്നിൽ ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത് എന്ന് പറയാതിരിക്കുക. അങ്ങനെ ആർക്കും പരിക്കില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് അതെന്തായാലും ഇങ്ങനെയാണെങ്കിലും അത് അവരുടെ മാതാവാണ്, അവർക്ക് കിട്ടേണ്ട ചില റൈറ്റ്സുകളുണ്ട്. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഡിവോഴ്സിലൂടെ തന്നെയാണ്. കാരണം ഒരു ഭർത്താവും ഇത് അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കില്ല. ഇനി ഒരു ഭാര്യയാണെങ്കിലോ നമ്മുടെ നാട്ടിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ഭർത്താക്കന്മാർക്ക് എന്തും ചെയ്യാം, അവരാരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാം. അത് ഭാര്യ അങ്ങോട്ട് അംഗീകരിക്കണം, ഭാര്യ സഹിക്കണം, ക്ഷമിക്കണം. ഇതാണ് വെപ്പ്. ഇനി ഭാര്യ ഇങ്ങനെ ചെയ്താലോ ഭർത്താവ് ഇപ്പോൾ വാലെടുത്ത് ആകെ തല്ല് പിടിയാക്കി അടി ഇടി കൊല ഇവിടേക്ക് എത്തും. അത് നമ്മുടെ നാടിൻ്റെ രീതിയാണ്. ഇതിൽ ഭാര്യയും ഭർത്താവൊക്കെ ഈക്വലാണ്. ഭർത്താവിന് എന്തും ചെയ്യാനുള്ള ലൈസൻസും ആരോടെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ സൗഹൃദം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഇൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് ഞാൻ തിന്നാൻ തന്നില്ലേ, എനിക്ക് വീടില്ലേ, എനിക്ക് ഡ്രസ്സില്ലേ, പിന്നെ ഈ മിണ്ടാൻ വരണ്ട, ഇങ്ങനെ അടിച്ചമർത്തിയിട്ടാണ് ഇവർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക. ഇനി ഭാര്യയുടെ കയ്യിലാണ് ഇങ്ങനെ സംഭവിക്കണതെങ്കിലോ അതോട് കൂടിയിട്ട് എനിക്ക് എന്തിൻ്റെ കുറവ് വരുന്നത് ഒക്കെ ഞാൻ തന്നിട്ട് ഇനി ഈ വേണ്ടെന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ഇത്തരം ബന്ധങ്ങളിലേക്ക് ചാടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ചാടി അങ്ങനെ ഒരു മനുഷ്യരല്ലേ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് പുറത്തു തരണം, നമുക്ക് തെറ്റുപറ്റിപ്പോയി. ആ തെറ്റുപറ്റിപ്പോയി നല്ല ബോധ്യമുള്ള ആളാണെങ്കിലോ കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളൊരു ബോധ്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. അതെല്ലാം അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളങ്ങനെ അവഗണിച്ചിട്ട് ജീവിക്കലാണ് നല്ലത്. ഈ ആലോചിച്ച് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള ഒരുപാട് പേര് നമ്മളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും
ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ലൈഫ് തകരുന്നത്, നമ്മൾ എന്തിനാണ് കരയുന്നത്, നമ്മളെന്തിനാണ് പിന്നീട് സൈക്കാട്രിസ്റ്റിൻ്റെ ഗുളിക കഴിക്കുന്നത്, നമ്മളെന്തിനാണ് സ്വയം ഒരുങ്ങി ഒലിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട്? ഈ ലോകത്ത് മില്യൺ കണക്കിന് ആളുകളില്ലേ? ആ ആളുകൾ ആരൊക്കെ നമ്മൾ അറിയുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നില്ലേ, നമ്മളെ പരിഗണിക്കുന്നില്ലേ, നമ്മളെ കേൾക്കുന്നില്ലേ? നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈ ഒരാൾ നമ്മളെ ചതിച്ചിട്ടും അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറല്ലാത്ത, അത് മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും നമ്മൾ പോരാടിയിട്ടാണ് ജീവിക്കേണ്ടത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തോറ്റു കൊടുക്കരുത്. നമ്മൾ തോൽക്കേണ്ടത് സ്നേഹത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ തോൽക്കേണ്ടത് സ്നേഹത്തിൻ്റെ മുന്നിലാണ്, അല്ലാതെ തെമ്മാടിത്തരത്തിൻ്റെ മുന്നിൽ കീഴൊതുങ്ങലല്ല യഥാർത്ഥ സ്നേഹം. അതല്ല ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ ലൈഫിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൗൺസിലർ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇന്നതുപോലെ പറയാൻ കഴിയുള്ളൂ. കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളാണ്. നമ്മളുടെ കയ്യിലുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ ഒരളവ് വരെ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് മാറിക്കിട്ടും. മറ്റേ ആൾക്കും കൂടി തോന്നണം കേട്ടോ ഇതെൻ്റെ കയ്യിൽ തെറ്റാണെന്നുള്ളത്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിൽ ചെയ്യരുത്. ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന ഞാനൊന്ന് ചെല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ഏത് പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2 ഓപ്ഷൻ പറയാം, അതിലേതാണ് ശരിയെങ്കിൽ നിങ്ങൾ പറയാം. 1 മൂസാ നബി അലൈഹിസ്സലാം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.